ആദ്യം ഞാൻ മഞ്ഞക്കൂവയായിരുന്നേ, മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞളാണെന്ന് വിചാരിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഈ അടുത്താണ് മനസ്സിലായത്. വീട്ടിൽ തന്നെ ഞാൻ നട്ടുണ്ടായതാണ് ഇതും. അപ്പോൾ പറിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല, പൊടിപ്പിച്ച് ഉപയോഗിച്ചു. പക്ഷേ ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കിയത് മഞ്ഞക്കൂവയായിരുന്നു എന്ന്. അതറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കസ്തൂരി മഞ്ഞൾ കൊണ്ടുവന്ന് നട്ടു. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചറിൽ കാണുന്ന പോലെ അത്ര ബ്രൈറ്റ് ഓറഞ്ച് കളറൊന്നുമല്ല, ഒരു ലൈറ്റ് ക്രീം കളറാണ്. അപ്പോൾ അതായിരുന്നു യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ. അതിനാണെങ്കിൽ ഒരു ഇലകൾക്ക് ഒരു കർപ്പൂരത്തിൻ്റെ മണം കൂടിയുണ്ട്. നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് മുഖത്ത് തേക്കണമെന്നുണ്ടെങ്കിൽ ആ കുത്തിയുള്ളൊരു നീറ്റലില്ലേ, അതുണ്ടാവില്ല. അപ്പം അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ മഞ്ഞക്കൂവയുടെ ഇലകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നീല കളർ വര നടുക്കേ കൂടെ പോയേക്കണേയും കാണാം. അപ്പം അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മഞ്ഞളൊന്നും പുറത്തുനിന്ന് വിശ്വസിച്ച് വാങ്ങാൻ പറ്റാത്തൊരു സമയം കൂടിയാണല്ലോ ഇത്. അതായത് നമുക്ക് അതിൻ്റെ സത്തുക്കളൊക്കെ എടുത്ത് അതിൻ്റെ ജസ്റ്റ് വേസ്റ്റ് മാത്രം പൊടിച്ച് തരുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കൂടുതലും ഇതിനധികം സ്ഥലമൊന്നും വേണ്ട ഇത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് സ്വന്തമായിട്ട് തന്നെ ആവശ്യത്തിനുള്ളത് കൾട്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഗുണമുള്ള സംഭവം തന്നെ കഴിക്കാനും പറ്റും. ഇപ്പോൾ മഞ്ഞൾ കറിയിലിടുന്നതാണെങ്കിലും സ്വന്തമായിട്ട് തന്നെ കൾട്ടിവേറ്റ് ചെയ്യുക. അല്ല ഈ ഇങ്ങനത്തെ കസ്തൂരി മഞ്ഞളിന് വേണ്ടിയാണെങ്കിലും സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറ്റിക്കപ്പെടില്ല.